ചിന്താവിഷയം വേദഭാഗം ഇവിടെ വായിച്ചു. എങ്കിലും ഞാൻ കൂടി ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഹാഫ് ഓഫ് ദ മെസ്സേജ് ഈസ് ഇൻ ദ റീഡിങ്. യേശു അവിടം വിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്ന ഇവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, യേശുതമ്പുരാൻ, ഇസ്രായേൽ ഗൃഹത്തിലെ ബാക്കി കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ. പ്രാർത്ഥന ചുരുങ്ങുകയാണ്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. പക്ഷേ രണ്ടാം പ്രാവശ്യം വരുമ്പോൾ, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനെ നമസ്കരിച്ചു. ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ വീണ് നമസ്കരിച്ചു എന്നർത്ഥം വരുന്ന പദപ്രയോഗങ്ങളുണ്ട്. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശക്കിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. ഓ വുമൺ, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഞങ്ങളുടെ ആരാധനാക്രമത്തിൽ വലിയ നോയമ്പിലെ 4-ാമത്തെ ഞായറാഴ്ചയുടെ വേദഭാഗമാണ് കനാന്യ സ്ത്രീയുടെ മകൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത്. യേശു തമ്പുരാൻ എവിടെയെങ്കിലുമുണ്ട് എന്നൊക്കെ അറിവായാൽ ധാരാളം ആൾക്കാർ അവനെ കാണുവാൻ, കേൾക്കുവാൻ, അവനിൽ നിന്ന് പലവിധമായ കൃപകൾ പ്രാപിക്കുവാൻ അടുത്ത് കൂടുമായിരുന്നു. ഇതേ സംഭവം വിശുദ്ധ മത്തായി 15-21 മുതൽ നാം വായിച്ചത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കർത്താവ് ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത് ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചുകൊണ്ടായിരുന്നു. എങ്കിലും മറിഞ്ഞിരിക്കാൻ അവന് കഴിഞ്ഞില്ല. ഈ 2 സുവിശേഷങ്ങളിൽ ഈ സംഭവം പ്രതിപാദിക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ ആവിഷ്കാരം അനുസരിച്ചതൊരു ഭവനത്തിലാണ് നടക്കുന്നത്. എന്നാൽ വിശുദ്ധ മത്തായിയിലാകട്ടെ ഒരു യാത്രാവേളയിലാണ്. കാരണം ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്ന ഇവളെ, വന്നിരിക്കുന്നു എന്നല്ല, നിലവിളിച്ചു കൊണ്ട് വരുന്ന ഇവളെ പറഞ്ഞയക്കണമേ എന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു യാത്രാവേളയിൽ നടക്കുന്നു. വിശുദ്ധനായ മത്തായി ശ്ലീഹ കനാന്യ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ വിശുദ്ധനായ മർക്കോസ് സീറോഫെനോക്യക്കാരി സ്ത്രീ എന്ന് പറയുന്നു. വേദപണ്ഡിതന്മാർ ഇത് രണ്ടും ഒരാൾ തന്നെയാണ് എന്ന് ശക്തമായി സമർത്ഥിക്കുന്നു. ഒരാളെ ആ ആളിൻ്റെ വംശീയ പശ്ചാത്തലത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, വേറൊരാൾ ഏത് പ്രദേശത്ത് നിന്നുള്ളവൾ എന്നുള്ള അർത്ഥത്തിൽ. സോറും സീദോനും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പുച്ഛമായി കണ്ടിരുന്ന പ്രദേശങ്ങളാണ്. കാരണം വിജാതിയരാണ് അവിടെ പാർത്തിരുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് ഒരു സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വരുന്നത്. എന്ന് മാത്രമല്ല, കർത്താവേ, ദാവീദ് പുത്ര, 2 നല്ല പ്രാർത്ഥനകളാണ് ഇതിൻ്റെ അകത്തുള്ളത്.
ഇത് രണ്ടും ജീസസ് പ്രേയർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആ കൂടെ ആവർത്തിച്ചുരുവിടാവുന്നത്. കർത്താവേ, ദാവീദ് പുത്ര, യഹൂദജാതി ക്രിസ്തുവിനെ കർത്താവെന്നും ദാവീദിൻ്റെ പുത്രനെന്നും അംഗീകരിക്കുവാൻ വൈമനസ്യം കാണിച്ചപ്പോഴാണ് പുറജാതിക്കാരി ഒരു സ്ത്രീ വന്നിട്ട് കർത്താവേ, ദാവീദ് പുത്ര എന്നും പിന്നെ കർത്താവേ എന്ന് നിലവിളിക്കുന്ന പ്രാർത്ഥന ചുരുങ്ങുന്നുണ്ട്. പക്ഷേ ഇൻറ്റഗ്രിറ്റി ഓഫ് പ്രെയർ ഈസ് നോട്ട് ലോസിങ്. അതിൻ്റെ ആത്മാർത്ഥതയും തീവ്രതയും കുറയുന്നില്ല. എന്നെ സഹായിക്കണം, എന്നെ സഹായിച്ച് മതിയാകുകയുള്ളൂ. ഈ സോരിനെയും സീതോനെയും കർത്താവ് പുകഴ്ത്തുന്നുണ്ട്. കോരസീനേ, നിനക്ക് കാ കഷ്ടം. ബാക്കി പറയാമോ? ബത്സയിദേ, നിനക്ക് കാ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോനിലും നിങ്ങൾ വളരെ പുച്ഛമായിട്ട് കാണുന്നവരല്ലേ? നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നു എങ്കിൽ അവർ എന്നെ ഇരട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. പക്ഷേ ന്യായവിധി നാളിൽ നിങ്ങളെക്കാൾ സോരനും സീതോനും സഹിക്കാവതാകും. ബെയറബിൾ. അവർക്ക് സഹിക്കാവതാകുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ താക്കീതും മുന്നറിയിപ്പുമാണ്. നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ സാധിക്കും? ഈ രണ്ട് സുവിശേഷകന്മാർ ഈ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ചില പ്രത്യേകതകൾ, വ്യത്യാസങ്ങൾ പറഞ്ഞു. വിശുദ്ധ മർക്കോസിൽ ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന ഒരു പരാമർശം മാത്രമേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്കും ഉത്തരം പറയുന്നില്ല. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അതിനും അവർക്ക് മറുപടിയുണ്ട്. അപ്പോൾ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. നായ്ക്കുട്ടിയെങ്കിൽ നായ്ക്കുട്ടിയാകട്ടെ. പക്ഷേ നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ടാണല്ലോ ജീവിക്കുന്നത്. സ്ത്രീയേ, ഓ വുമൺ, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. ആരുടെ വിശ്വാസമാണ് പ്രിയമുള്ളവരെ വലുത്? 3-ാം നൂറ്റാണ്ടിൽ വടക്കേ ആഫ്രിക്കയിൽ ജീവിച്ച ഒരു സഭാപിതാവാണ് വിശുദ്ധനായ സിപ്രിയൻ എന്ന് പറയും. രക്തസാക്ഷിയാകുകയായിരുന്നു. അദ്ദേഹം പ്രബോധിപ്പിക്കുന്നു, നാം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന പാത്രത്തിൻ്റെ വലിപ്പമനുസരിച്ചാണ് ദൈവം കൃപ തരുന്നത് എന്ന്. നാം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന പാത്രത്തിൻ്റെ വലിപ്പമനുസരിച്ചാണ് ദൈവം കൃപ തരുന്നത് എന്ന്. ചില വേദപണ്ഡിതന്മാർ കനാന്യ സ്ത്രീയെ പഴയ നിയമത്തിലെ രാഹാബ് എന്ന വേശ്യയോടും രൂത്ത് എന്ന മഹിളാ രത്നത്തോടും ഉപമിക്കുന്നുണ്ട്. അതിനുള്ള കാരണം രാഹാബ് എന്ന് പറയുന്ന വേശ്യയും രൂത്ത് എന്ന് പറയുന്ന മരുമകൾ, നവോമിയുടെ മരുമകളും തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ അമൂർധന്യാവസ്ഥയിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിങ്കലേക്കാണ് അവർ കടന്നു വന്നത്. അതുപോലെ കനാന്യ സ്ത്രീ പുതിയ ഇസ്രായേലിൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് അവർ തമ്മിൽ സാദൃശ്യമുള്ളതായിട്ട് പറയുന്നുണ്ട്. 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗം, 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിക്കുള്ളിൽ ജീവിച്ച അലക്സാൻഡ്രിയയിലെ ഓറിഗൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രശസ്തനായ വേദവ്യാഖ്യാതാവ്, ദൈവശാസ്ത്രജ്ഞൻ, ചിന്തകൻ, പ്രഭാഷകൻ എന്ന അനേക തലക്കെട്ടിൽ അറിയപ്പെടുന്ന ഓറിഗൻ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വൈദികർക്കറിയാം, അലക്സാൻഡ്രിയൻ പാരമ്പര്യത്തിൽ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത് ആലിഗോറിക്കലാണ്. ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു. അവരതിൻ്റെ അലക്സാൻഡ്രിയൻ പാരമ്പര്യമെന്ന് പറയുന്നത് തന്നെ അലിഗോറിക്കലായിട്ടുള്ള ഉപമാനപരമായിട്ടുള്ള വ്യാഖ്യാനത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമായിരുന്നു. അപ്പോൾ ഒറിഗൻ ഈ വേദഭാഗത്തെ
വ്യാഖ്യാനിക്കുന്നത് കനാന്യ സ്ത്രീ സഭ ആകുന്ന അമ്മയാണ്. അങ്ങനെയെങ്കിൽ അവളുടെ മകൾ എന്ന് പറയുന്നത് ആ സഭയിലെ ഒരംഗവുമാണ്. കനാന്യ സ്ത്രീ അമ്മയും മകൾ അവരുടെ മകളുമാണ്. കനാന്യ സ്ത്രീയെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. പുറജാതിക്കാരി സ്ത്രീയാണ്, കനാന്യ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഭർത്താവുണ്ടോ, മറ്റു മക്കളുണ്ടോ, ഒന്നും നമുക്കറിയില്ല. ഇവിടെ പ്രത്യേകിച്ച് അറിഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, കനാന്യ സ്ത്രീയെ അറിയണം. ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. അപ്പം അമ്മ സഭയും മകൾ ആ സഭയിലെ ഒരംഗവും എന്നുള്ള നിലയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ചുരുങ്ങിയ കാലത്തെ സഭാ നേതൃത്വം കൊണ്ട് മുഴുവൻ ലോകത്തിൻ്റെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സഭാ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ഉള്ളടക്കം എല്ലാത്തിലും ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. സുവിശേഷ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് വ്യാപകമായി, ലോകവ്യാപകമായി ഒരു സ്വീകാര്യതയുണ്ടായി. അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു, ട്രൂ ഫെയ്ത്ത് ഈസ് ഡിമാൻഡിങ്. യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിർബന്ധിക്കുന്നതാണ്. പൗലോസ് പറയുന്നല്ലോ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഡിമാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ആരെങ്കിലും കാണാൻ വരുമ്പോൾ ചോദിക്കാറില്ലേ, എന്താ, എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ, പ്രത്യേകമായ ആവശ്യങ്ങളുണ്ടോ എന്ന്. യഥാർത്ഥമായ വിശ്വാസം ചില നിർബന്ധങ്ങൾ, ചില ആവശ്യങ്ങൾ, ചില കാര്യങ്ങൾക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. If true faith is demanding, I would say great faith is more demanding. വിശ്വാസം നിർബന്ധിക്കുന്നതാണ് എങ്കിൽ കർത്താവ് കനാന്യ സ്ത്രീയോട് പറഞ്ഞത് നിന്റെ വിശ്വാസം വലുത് എന്നാ. അങ്ങനെയെങ്കിൽ വലിയ വിശ്വാസം വലിയ കാര്യങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നു, വലിയ കാര്യങ്ങൾക്ക് നമ്മെ നിർബന്ധിക്കുന്നു. 4-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ ജീവിച്ച കുറിലോസ് എന്ന് പറയുന്നൊരു സഭാപിതാവ് അദ്ദേഹം പഠിപ്പിക്കുന്നു, ദൈവികതയുടെ രീതിക്ക് 2 മാനങ്ങൾ അഥവാ 2 തലങ്ങളുണ്ട്, 2 വശങ്ങളുണ്ട്. ഒന്ന് പയസ് ഡോക്ട്രിൻസ് ആൻഡ് വെർച്വസ് പ്രാക്ടീസസ്. ഭക്തിപൂർവമായ വിശ്വാസ പ്രമാണങ്ങൾ വേണം, അതോടൊപ്പം തന്നെ അതിന് ആനുപാതികമായ സുഹൃത നടപടികളും പ്രവർത്തനങ്ങളും ഉണ്ടാകണം. അദ്ദേഹം ഇത് രണ്ടും, ഭക്തിയുള്ള വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും അതിനനുയോജ്യമായ ആനുപാതികമായ കർമ്മങ്ങളും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളായിട്ടാണ് അദ്ദേഹം പ്രബോധിപ്പിക്കുന്നത്. നല്ല കർമ്മങ്ങളെ കൂടാതെയുള്ള വിശ്വാസ പ്രമാണങ്ങളോ, ഭക്തിപൂർവമായ വിശ്വാസ പ്രമാണങ്ങളെ കൂടാതെയുള്ള കർമ്മങ്ങളോ അതിന് ദൈവസന്നിധിയിൽ വലിയ സ്വീകാര്യത ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ജെറുസലേമിലെ വിശുദ്ധനായ കൂറിലോസ് എന്ന് പറയുന്ന ഒരു പിതാവ്. എത്രയോ പേര് സഭയ്ക്ക് വെളിയിൽ, ഒരു വിശ്വാസമില്ലാത്തവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ക്രൈസ്തവ സഭ, ഇവിടെ തിരുമേനി പറഞ്ഞല്ലോ, അനൗൺസ്മെൻ്റ് നടത്തിയപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തി. നമ്മൾ എന്തിനത് നടത്തുന്നു? നമുക്കതിന് ഒരടിസ്ഥാന വിശ്വാസ പ്രമാണമുണ്ട്. ക്രൈസ്തവ ജീവിതത്തെ മഹത്വീകരിക്കുന്ന വിശ്വാസവും അതിന് ആനുപാതികമായ ഉപോത്ബലകവുമായ കർമ്മങ്ങളും കൂടി ചേരുമ്പോഴാണ് ആധ്യാത്മികതയുടെ ഒരു പൂർത്തീകരണത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആരുടെ വിശ്വാസമാണ് വലുത്? ഞാനിതൊരല്പം ഗൗരവത്തോടു കൂടി ഈ വിഷയം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. പക്ഷെ എല്ലാം പറയാൻ സമയമില്ല. അനുവദനീയമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആരുടെ വിശ്വാസമാണ് വലുത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. 1, അപരൻ്റെ വേദന സ്വന്തം വേദനയായി അനുഭവപ്പെടുകയും ആയതിന്
തന്നാലാവുന്ന വിധത്തിൽ പരിഹാരം കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസമാണ് വലുത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, അത് ഒറിഗൻ്റെ വ്യാഖ്യാനത്തിനനുസരിച്ച അമ്മയാകുന്ന സഭ, മകളാകുന്ന സഭയിലെ ഒരു അംഗം അവരൻ്റെ വേദന സ്വന്തം വേദനയായി അനുഭവപ്പെടുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. സെമിക്കോളൻ, അതിന് തന്നാലാവുന്ന വിധത്തിൽ പരിഹാരം കാണുവാനായി ശ്രമിക്കുന്ന ആളിൻ്റെ വ്യക്തിയുടെ വിശ്വാസമാണ് വലുത്. ഹു ഹാസ് എ സ്ട്രോങ് സ്പിരിറ്റ് ഓഫ് കമ്പാഷൻ. കേരളത്തിലെ ക്രൈസ്തവ ആധ്യാത്മിക മണ്ഡലത്തിൽ ഇപ്പോൾ വളരെ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്തോലിക്ക കപ്പൂച്ചൻ വൈദികനാണല്ലോ ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാത്ത വൈദികരുണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ അടുത്തിടെ അദ്ദേഹം കൂടിയുള്ളൊരു വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് സ്വാഗതം പറഞ്ഞിട്ട് 3 പുസ്തകങ്ങൾ അച്ഛൻ്റെ തന്നു. ഇവിടെ നമുക്ക് മോള് ചെടിയും ചട്ടിയും കൂടെ തന്നതുപോലെ. അപ്പം ഞാൻ വേഗം ഒന്ന് നോക്കിയപ്പോൾ ബോബി ജോസ് അച്ഛൻ്റെ 3 പുസ്തകങ്ങളാണ്. ഈ 3 എണ്ണത്തിൽ 2 എണ്ണം ഇച്ചിരി കട്ടി കൂടിയതാണ്. അപ്പം ഞാൻ ഒരെണ്ണം വളരെ ചെറുതാണ്. അപ്പം ചെറുത് പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്ന് പറയുന്നത് പോലെ ഞാൻ ആദ്യം ചെറുതിലാണ് കൈവച്ചത്. അതിൻ്റെ പേര് ചില്ല്, കുപ്പിച്ചില്ല്, കണ്ണാടി ചില്ല്. വേറെ ചില്ല് വല്ലതും ഉണ്ടോ? ഇല്ല. അടൂരും 2 ജില്ലേ ഉള്ളൂ, കുപ്പിച്ചില്ലും കണ്ണാടി ചില്ലും. ഈ ഗ്രന്ഥത്തിൽ അച്ഛൻ കമ്പാഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ നിർവചിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം സമർത്ഥിക്കുന്നു, കമ്പാഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് കോ സഫറിങ് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണെന്നുള്ളത്. ഞാനൊരു ഭാഷാ പണ്ഡിതനല്ല, അതുകൊണ്ടാണ് എല്ലാം ഞാൻ ബോബി ജോസ് അച്ഛൻ്റെ ചുമലിൽ വെക്കുന്നത്. കമ്പാഷൻ, അനുകമ്പ, ദയ എന്നുള്ള വാക്ക് കോ സഫറിങ് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് രൂപം കൊണ്ടു. കോ സഫറിങ് എന്ന് പറഞ്ഞാൽ എന്താ? സഹസഹനം, സഹശയനമല്ല, സഹസഹനം, ഒന്നിച്ച് സഹിക്കുക. അപ്പം കമ്പാഷൻ എന്ന് പറയുന്നത് ഒന്നിച്ച് സഹിക്കുക. ഈ മാസത്തെ നമ്മുടെ ന്യൂ വിഷൻ മാസികയിൽ ഒരു അൽമായ സ്നേഹിതൻ്റെ ഒരു ലേഖനമുണ്ടായിരുന്നു. എമ്പതി എന്നുള്ളൊരു വാക്കിനെ കുറിച്ചായിരുന്നു. ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്ത് അത് സ്കൂളിൽ പഠിപ്പിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. എമ്പതി, ടു സ്റ്റാൻഡ് ഇൻ ദ ഷൂ ഓഫ് അനദർ പേഴ്സൺ, മറ്റൊരാളുടെ ഷൂവിൽ നിന്ന് നടക്കുക, അവരെൻ്റെ വേദന ഏറ്റുവാങ്ങുക, അവരെൻ്റെ വേദന സ്വന്തം വേദനയായി കാണുക, അതിന് തന്നാലാവുന്ന വിധത്തിൽ പരിഹാരം കാണുവാനായി ശ്രമിക്കുക. ഞാൻ വീണ്ടും ബോബി ജോസ് അച്ഛൻ്റെ കമ്പാഷനിലേക്ക് വരിക. ഇതിൽ അദ്ദേഹം ദലൈ ലാമയുടെ ഇംഗ്ലീഷ് പരിഭാഷകൻ്റെ ഈ കമ്പാഷൻ എന്നുള്ള വാക്കിന് അദ്ദേഹം കൊടുക്കുന്ന നിർവചനവും അച്ഛൻ തൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അനുകമ്പ അഥവാ അനുഭാവം എന്നുള്ളത് മറ്റുള്ളവരുടെ ദുരിതങ്ങളോടുള്ള കരുതലും ദുരിതങ്ങൾ ഒഴിവാക്കപ്പെടുവാനുള്ള അഭിവാഞ്ചയും അധ്വാനവുമാണ്. അത് ദലൈ ലാമയുടെ ഇംഗ്ലീഷ് പരിഭാഷകൻ്റെ നിർവചനവും വളരെ പരന്ന വായനയും പഠനവും ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം വേറൊരാളുടെ മറ്റുള്ളവരുടെ ദുരിതങ്ങളോടുള്ള കരുതൽ, അത് പരിഹരിക്കപ്പെടുവാനുള്ള പരിശ്രമവും കൂടി ചേരുമ്പോഴാണ് കമ്പാഷൻ പൂർണ്ണമാകുന്നത്. അയ്യോ അങ്ങനെയാണോ, കഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. ഞാൻ കർത്താവിൻ്റെ 2 ഉപമകളിൽ കൂടി അതൊന്ന് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കാം. 2ഉം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷങ്ങളിലാണ്. കരുണയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വാചാലമായി കൈകാര്യം ചെയ്തിട്ടുള്ളത് വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിയോസാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തെ കാരുണ്യത്തിൻ്റെ സുവിശേഷമെന്ന് വിശേഷിപ്പിക്കുന്ന എഴുത്തുകാരുണ്ട്. ഞാൻ ആ ഓർഡർ ഒന്ന് തിരുത്തി പറയട്ടെ. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ധനവാനും ധനവാന്റെ വീട്ടുപടിക്കൽ കിടക്കുന്ന ലാസറും. കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്. ധനവാന് പേരില്ല, പക്ഷേ ലോകപ്രകാരം എല്ലാം ഉണ്ട്.
ലാസറിന് ലോകപ്രകാരം ഒന്നുമില്ല, പക്ഷേ ഒരു പേരുണ്ട്. ധനവാന്റെ വീട്ടുപടിക്കൽ കിടക്കുന്ന ലാസർ. ധനവാന് ലാസറിനോടുള്ള മനോഭാവം എന്താ? യുവർ മിസ്ഫോർച്യൂൺ ഈസ് യുവർ മാറ്റർ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. നിന്റെ ദൗർഭാഗ്യം നിന്റെ വിഷയമാണ്, അതെൻ്റെ വിഷയമല്ല. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സഭാപിതാവും എൻ്റെ കാവൽ പിതാവുമായ സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഈ ധനവാന്റെയും ലാസറിൻ്റെയും ഈ ഉപമയെക്കുറിച്ച് ഹൃദയസ്പർശിയായ 6 പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. ഒരു മനുഷ്യൻ പോലും ലാസറിനെ തിരിഞ്ഞു നോക്കാനില്ലാത്തടത്ത് ഒരു നായ് വന്ന് അരമുള്ള പരുപരുപ്പുള്ള നാവുകൊണ്ട് ലാസറിൻ്റെ വ്രണങ്ങളിലെ പഴുപ്പ് വലിച്ചു കുടിക്കുന്നത് അദ്ദേഹം വിശദീകരിക്കുന്നത്, 1, അതൊരു ശുദ്ധീകരണമാണ്. 2, ഈ പരുപരുപ്പുള്ള നാവ് കൊണ്ടൊരു തലോടൽ ഒരു സ്വാന്തനമാണ്. 3, അവൻ്റെ വേദനയിൽ ഏകീഭവിക്കുകയാണ്. ഇതങ്ങോട്ട് വർണ്ണിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്തടത്ത് കേവലം ഒരു നായ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മനുഷ്യത്വമുണ്ട് എന്ന് അവകാശപ്പെടുന്ന മനുഷ്യ, നീ തീരുമാനിക്കൂ എവിടെയാ മനുഷ്യത്വമെന്ന്. നിന്റെ ദൗർഭാഗ്യം, നിന്റെ വിഷയം എൻ്റേതല്ല എന്ന മനുഷ്യധാരണയ്ക്കൊരു നായെ നമുക്ക് പുച്ഛത്തോടുകൂടിയായിരിക്കും നമ്മൾ കാണുന്നത്. സുപ്രീം കോടതി വിധിയും കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചല്ലോ. പോകട്ടെ, ഇപ്പം വന്യനായ TJ ജോഷുവ അച്ഛൻ നിര്യാതനായതിനു ശേഷം രോഹിണി തിരുനാൾ എന്ന് പറയുന്ന ഒരാളാണല്ലോ ഞായറാഴ്ചത്തെ ചിന്താവിഷയം എഴുതുന്നത്. തീയതി ഞാൻ ഓർക്കുന്നില്ല. നെപ്പോളിയൻ ബോണപ്പാർട്ട് നടത്തിയ ഒരു യുദ്ധത്തിൽ മുറിവേറ്റും മരിച്ചു വീണ് കിടക്കുന്ന പട്ടാളക്കാരുടെ ഇടവിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ ഒരു മരിച്ച പട്ടാളക്കാരൻ്റെ മൃതശരീരത്തിൻ്റെ അടുത്തിരുന്ന് കൂടെ നാവുകൊണ്ട് ആ പട്ടാളക്കാരൻ്റെ മുഖം നക്കുകയും രോദനത്തിൽ ഓലിയിടുകയും ചെയ്യുന്നൊരു നായുടെ കർമ്മം കണ്ട് ബോണപ്പാർട്ട് നെപ്പോളിയൻ സ്തബ്ധനായി നിന്നു. അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയെ പോലും അത് തകിടം മറിച്ചു എന്നാണ് രോഹിണി തിരുനാൾ എഴുതിയത്. മനസാക്ഷിയില്ലാത്ത മനുഷ്യനെ ബോധവൽക്കരിക്കുവാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയും നമ്മൾ മോശമെന്ന് കാണുന്നവരെയും ദൈവം ഉപയോഗിക്കും. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നുണ്ടല്ലോ, ഉറുമ്പിനെ പോലും കണ്ടു പാഠം പഠിക്കാൻ. 2ാമത്തെ ഉപമ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നല്ല ശമരിയക്കാരൻ്റെ ഉപമയാണ്. പുരോഹിതനുണ്ടായിരുന്നു, ലേവ്യനുണ്ടായിരുന്നു, മതനേതൃത്വമായിരുന്നു. വീണുകൾ അവരുടെ മനോഭാവം എന്താ? യുവർ മിസ്ഫോർച്യൂൺ ഈസ് യുവർ മാറ്റർ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. പക്ഷെ അവിടെയാണ് ശമരിയക്കാരൻ കടന്നു വരുന്നത്. നിന്റെ ദുരന്തം നിന്റേത് മാത്രമല്ല, എൻ്റേതു കൂടിയാണ് എന്നുള്ള വിശ്വാസത്തിൽ. കർത്താവ് പറഞ്ഞെന്തുവാ? യു ഗോ ആൻഡ് ഡു ലൈക്ക് ദിസ്. നീയും പോയി ആരെ പോലെയാ? പുരോഹിതനെ ലേവ്യനെ പോലെയല്ല, ശമരിയക്കാരനെ പോലെ എന്ന് പറഞ്ഞാൽ അവരെൻ്റെ നൊമ്പരം നിന്റെ നൊമ്പരമായി നീ ഏറ്റുവാങ്ങണം. നിന്നാലാവുന്ന വിധത്തിൽ പരിഹാരം തേടണം. 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സിനിമകൾക്കുള്ള അവാർഡ് കിട്ടിയ, ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരു ചലച്ചിത്രം. തിരുമേനി സിനിമ കാണുമോ എന്ന് എന്നോട് ചോദിക്കരുത്. എനിക്കൊരു സ്നേഹിതൻ അയച്ചു തന്നതാ. നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. 1 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പം ഇച്ചിവിടെ നീണ്ടുപോകുമായിരിക്കും. ഒരു വണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തെങ്ങൊക്കെ കുത്തിത്തുളയ്ക്കുന്നൊരു ജീവിയുണ്ടല്ലോ. എന്താ അതിന് പേര് പറയുന്നത്? അടൂരും ചെല്ലി, ഞങ്ങളുടെ അവിടെയും ചെല്ലി. അതിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ചുവന്ന വണ്ട്, വിക്കിപീഡിയ ലേഡി ബഗ് എന്ന് വിളിക്കുന്നു. ചുവന്നിരിക്കുന്നതുകൊണ്ടായിരിക്കും. ഒരു കല്ലിലിരിക്കുക. അത് നോക്കിയപ്പോൾ ഒരല്പം അകലെ താഴെ നിലത്ത് അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു വണ്ട് അഥവാ ചെല്ലി തലകീഴായി കിടന്ന് കൈകാലിട്ടടിക്കുന്നു. കണ്ട വണ്ട് കുറേ നേരം നോക്കിയിരുന്നു. എന്നിട്ടോ അതങ്ങോട്ട് പറന്നു എന്ന്
ഇപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോൺ എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ചുറ്റുമൊന്ന് വട്ടമിട്ട് പറന്ന് നിന്ന് ഹെലികോപ്റ്റർ താഴുന്നത് പോലെ താണ് തൻ്റെ കൈയും കാലും തലകീഴായി കിടന്ന് കൈകാലിട്ടടിക്കുന്ന വണ്ടിന് നീട്ടിക്കൊടുത്തു. കച്ചിത്തുരുമ്പ് കിട്ടിയാലും പിടിച്ചു കയറാൻ ശ്രമിക്കുന്ന, ആഗ്രഹിക്കുന്ന വണ്ട് അത് പിടിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമമല്ലാതെ ഒന്നും നടക്കുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ വന്ന വണ്ട് വന്നതുപോലെ പറന്നു പോകുന്നു. ഞാൻ ഓർത്തു അങ്ങ് പോയതാണെന്ന്. പോയതാ, പക്ഷേ അങ്ങ് പോയതല്ല. പിന്നെ കാണുന്ന എന്താണെന്നറിയാമോ? 6-7 ഇതുപോലെയുള്ള വണ്ടുകൾ ഇരിക്കുന്നിടത്തോട്ടാണ് ചെല്ലുന്നത്. എങ്ങനെ ആശയവിനിമയം നടത്തിയെന്ന് അടൂരുകാരെ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് പ്രാപ്തി പോരാ. പിന്നെ കാണുന്നത് അവിടെ ഇരുന്ന എല്ലാ വണ്ടുകളെയും കൂടെ വിളിച്ചു കൊണ്ടുവരിക. അതിന് മുഖ്യ കാർമ്മികത്വം കൊടുത്തുകൊണ്ട് തലയെടുപ്പോടെ മുഖ്യ കാർമ്മികം കൊടുത്തുകൊണ്ട് എല്ലാ വണ്ടുകളെയും കൂടെ വിളിച്ചു കൊണ്ടുവരുന്നു. വന്നിട്ടോ തലകീഴായി കിടന്ന് കൈകാലിട്ടടിക്കുന്ന വണ്ടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ചെടിയുടെ ഒരു ഇലയിൽ ഇതുങ്ങളെല്ലാം കൂടി ഇരിക്കുന്നു. ഒരു മനുഷ്യനില്ല, ഒരു മനുഷ്യജാതിയുടെ ശബ്ദമില്ല. ഈ വണ്ടുകളുടെ ഭാരം കൊണ്ട് ഇല ചെടിയോടുകൂടി ചാഞ്ഞ് 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 തലകീഴായി കിടന്ന് കൈകാലിട്ടടിക്കുന്ന വണ്ടിന് പിടിക്കാവുന്നത് പോലെ ചായച്ചു കൊടുത്തു. നിസ്സഹായനായി കൈകാലിട്ടടിച്ച് കിടന്ന വണ്ട് അതിൽ പിടിച്ച് കയറി എല്ലാ വണ്ടുകളും കൂടി ഒന്നിച്ച് പറന്നുപോയി. എൻ്റെ 2 കണ്ണിൽ നിന്നും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആരും കയറി വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എത്ര നേരം ഈ മൊബൈൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു എന്നുള്ളത് എനിക്കേ അറിയുകയുള്ളൂ. വണ്ടിന് കൺവെൻഷനുണ്ടോ എനിക്കറിയില്ല. വണ്ട് ഏത് സഭയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ വണ്ടിന് സമസൃഷ്ടി സ്നേഹമുണ്ട്. അപകടത്തിൽപ്പെട്ടതിനെ കണ്ടിട്ട് യുവർ മിസ്ഫോർച്യൂൺ ഈസ് നോട്ട് യുവർ മാറ്റർ, ഇറ്റ് മാറ്റേഴ്സ് മീ ടു. മീ ടു എന്ന് പറയരുത്. നിന്റെ ദുരന്തം എൻ്റേതു കൂടിയാണ് എന്ന് പറയുന്നിടത്ത് ആ മീ ടുവിന് പ്രസക്തി എന്ന് ഞാൻ കരുതുകയാണ്. വലിയ നോയമ്പിൽ 3-ാമത്തെ ഞായറാഴ്ച ഞങ്ങളുടെ എവൻഗേലിയോൻ ഭാഗം തളർവാദിയെ സൗഖ്യമാക്കുന്നത്. യേശു ഒരു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി വലിയ ആൾക്കൂട്ടമായി 4 പേർ ഒരു തളർവാദിയും കൊണ്ടുവരുന്നു. ഈ വണ്ടി ചെയ്തതും തളർവാദി ചെയ്തതും ഒന്ന് തന്നെയാണ്. അല്ല, തളർവാദിയല്ല, കൊണ്ടുവന്ന 4 പേര് ചെയ്തത്. 4 കൂട്ടം ആൾക്കാരെ അവിടെ, 2 വ്യക്തികളെയും 2 കൂട്ടത്തെയും ഞാൻ അവിടെ കാണുക. തളർന്നു കിടക്കുന്ന തളർവാദിയും ഏകനായ ക്രിസ്തുവും, അവരെ കൊണ്ടുവരുന്ന ചെറിയ കൂട്ടവും, അവർക്ക് പ്രതിബന്ധമായി മാറിയിരിക്കുന്ന വലിയ കൂട്ടവും. ഇതിൽ ഏതായാലും ക്രിസ്തുവാകാൻ നമുക്ക് പറ്റില്ല. എ മൈനോറിറ്റി. 4 പേരുടെ ആത്മാവിനെ നോക്ക്. യുവർ മാറ്റർ, യുവർ മിസ്ഫോർച്യൂൺ മാറ്റേഴ്സ് ടു us too. നിന്റെ ദുരന്തം ഞങ്ങളുടേത് കൂടിയാണ്. അവനെയും കൊണ്ട് വരുമ്പോഴാ ഇങ്ങനെ നിൽക്കുക. സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. നല്ല സുറിയാനിക്കാരായിരിക്കും. ഞാൻ പറയും ഞങ്ങളുടെ ആൾക്കാർ മാത്രമായിരിക്കുമെന്ന്. കാരണം കർത്താവിനെ വെളിയിലോട്ടും വിടില്ല, പുറത്തുനിന്ന് ആരെയും അകത്തോട്ടും കയറ്റില്ല. പക്ഷെ കൊണ്ടുവന്നവർ അവനെ വഴി തള്ളിയില്ല. ഇവനൊക്കെ ഗുണം ചെയ്യാമെന്ന് കണ്ടാലും നിനക്കൊന്നും അനുഭവിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് അവനെ തള്ളിയില്ല. കമ്മിറ്റ്മെന്റ്, അവൻ്റെ ഉത്തരവാദിത്വ ബോധം. എങ്ങനെയും ഇവനെ സൗഖ്യം ക്രിസ്തുവിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം. ക്രിസ്തുവിൽ നിന്ന്. ഇനിയൊന്ന് പറഞ്ഞ് ഒറിഗൻ്റെ വ്യാഖ്യാനം
കനാന്യസ്ത്രീ അമ്മയാണ്, സഭയാണ് എന്ന് പറഞ്ഞാൽ മെത്രാപ്പോലീത്തായും തിരുമേനിമാരും വൈദികരും മാത്രമല്ല, വി ആർ ദ ചർച്ച്. നമ്മളാണ് പ്രിയമുള്ളവരെ. നമ്മളില്ലാതെ എവിടെയാ സഭ? യേശുവുണ്ട് എന്നറിഞ്ഞാൽ അവരുടെ മനസ്സിൽ ആദ്യം വന്നത് തളർവാദിയാണ്. അവരെൻ്റെ വേദന സ്വന്തം വേദനയായി തീരുകയും അതിന് തന്നങ്ങളാൽ ആവുന്ന വിധത്തിൽ പരിഹാരം കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ അവരുടെ വിശ്വാസം. അതുകൊണ്ടാ സുവിശേഷകൻ രേഖപ്പെടുത്തി, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, ചുറ്റും ഇരുന്നവരുടെ അല്ല, ആൾക്കൂട്ടത്തിൻ്റെ അല്ല. ആൾക്കൂട്ടം അപകടമാ പ്രിയമുള്ളവരെ. ആൾക്കൂട്ടത്തിൽ പലപ്പോഴും ആത്മാർത്ഥത കാണില്ല. ചെറിയ ഒരു മൈനോറിറ്റി, I would say they can do wonders if they join with Christ. ചെറിയത് മതി, എണ്ണം ചെറുതു മതി. അവർ ക്രിസ്തുവിനോട് ചേരുമെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ പോരാ, ബലഹീനർക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. എന്തുകൊണ്ട് കനാന്യ സ്ത്രീയെ പഴയ നിയമത്തിലെ രാഹാബിനോടും രൂത്തിനോടും ഉപമിക്കുന്നു? ഒന്ന് ഞാൻ പറഞ്ഞു, രണ്ടു കൂട്ടരും പ്രതിസന്ധികളുടെ നടുവിൽ രാഹാബും രൂത്തും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലേക്ക് തിരിഞ്ഞു. കനാന്യ സ്ത്രീ പുതിയ ഇസ്രായേലിൻ്റെ ദൈവമായ ക്രിസ്തുവിലേക്ക് കടന്നു വന്നു. പക്ഷേ രണ്ടുപേരെയും ആഴത്തിൽ പഠിച്ചാൽ ആരുടെ വിശ്വാസമാണ് വലുത് എന്ന് കാണാനായിട്ട് കഴിയും. Those who risk their life for the sake of others. സ്വന്തം ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി അപകടപ്പെടുത്തുവാൻ ആരെങ്കിലും തയ്യാറാകുന്നെങ്കിൽ അവരുടെ വിശ്വാസമാണ് വലുത്. അവിടെയാണ് രാഹാബ് ഉത്തമ ദൃഷ്ടാന്തമായി മാറുന്നത്. രണ്ടും കൽപ്പിച്ച്, നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, വരുന്നതെന്തും വരട്ടെന്നല്ലാതെ എനിക്ക് പാടില്ല എന്ന് പറയുന്നത് പോലെ എന്തും വരട്ടെ. She was ready to face everything for the sake of others. യോശുവ ദീർഘദർശിയുടെ പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിലാ ദീർഘദർശി യോശുവ രണ്ട് ചാരന്മാരെ അയക്കുന്നത്. ഈ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് വേദപുസ്തകത്തിൽ 14 ഭാഗത്ത് പരാമർശിക്കുന്നതായി വേദ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14 പ്രാവശ്യം. ഒരു വേശ്യയാണ്, പക്ഷേ 14 times she is mentioned in the Bible. 14 പ്രാവശ്യമാണ്. എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ടല്ലോ, വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ കൈക്കൊണ്ടു, അവിശ്വാസികളോടുകൂടി നശിക്കാതിരുന്നു. യാക്കോബ് ശ്ലീഹ പറയുന്നു, അവണ്ണം രാഹാബ് എന്ന് പറയുന്ന വേശ്യയും ദൂതനെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയച്ചു. യോശുവ 2 ചാരന്മാരെ അയച്ചത് യെറിഹോവിൻ്റെ മതിലുകളുടെ അതിൻ്റെ സംവിധാനങ്ങൾ വിലയിരുത്തണം, പട്ടാള സൈന്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കണം, അതിൻ്റെ ലേ ഔട്ട് സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളണം. രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ ഈ 2 ചാരന്മാരെ അവളുടെ വീട്ടിൽ ഉൾക്കൊണ്ടു. രാജാവിന് അറിവ് കിട്ടി, 2 ചാരന്മാർ വന്നിട്ടുണ്ട്, ആളയച്ചു. നിങ്ങൾക്കറിയാവുന്നതാ. രാഹാബ് അവരെ വീട്ടിൽ ഒളിപ്പിച്ചു. അവരിവിടെ വന്നിരുന്നു. സന്ധ്യയ്ക്ക് പട്ടണത്തിൻ്റെ ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് അവരിവിടുന്ന് പോയി. അണ്ട് ഇതിലെങ്ങാണ്ട പോയെന്ന് തോന്നുന്നത്. നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ചിലപ്പം പിടിക്കാമായിരിക്കും. വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുക. അവർ പോയി കഴിഞ്ഞു. കിളിവാതിലൂടെയാണ് അവൾ ഇറക്കി വിടുന്നത്. പക്ഷെ അവൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യം പിടിക്കും, ആ സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണം. അതിനൊരടയാളം കട്ടളപ്പടി അവിടെ കിളിവാതിലിൻ്റെ അവിടെ ചുവന്ന ചരട് കെട്ടിയിട്ടിരുന്നു. അവളും കുടുംബവും രക്ഷപ്പെട്ടു. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം അപകടപ്പെടുത്തുന്നവൾ തീരുന്നില്ല. കർത്താവിൻ്റെ വംശാവലിയിൽ രാഹാബ് എന്ന് പറയുന്ന വേശ്യയ്ക്കും പേരുണ്ടായി.
താമാറുണ്ടായി, ഊറിയാവിൻ്റെ ഭാര്യയുണ്ടായി. അന്നത്തെ പ്രബല മതസമൂഹം പുച്ഛിച്ച് തള്ളിയവർക്ക് വംശാവലിയിൽ ഇടമുണ്ടായി. പ്രിയമുള്ളവരെ, അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു. God searches the heart. ആരെങ്കിലും എന്തെങ്കിലും ദൈവനാമത്തിൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും ബലമില്ലാതെ പോകില്ല എന്ന് ഇതെല്ലാം തെളിയിക്കുക. അവൾ മാത്രമല്ല, അവളുടെ കുടുംബം, the whole family of Rahab. പേരും, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടണം. അവിടെയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ പൂർത്തീകരണം. അതിന് ഉപോത്ബലകമായ ആനുപാതികമായ കർമ്മങ്ങൾ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, രൂത്തിലേക്ക് ഞാൻ വരട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാ രൂത്ത്. എന്തായിരുന്നു രൂത്തിന് ഒരു തലക്കെട്ട് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? Who put others' needs before their own. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ തങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ മുൻപിൽ, തങ്ങളുടെ കാര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുത്തു. ഞാനത് ശരിക്ക് കണ്ടതാ. സഭാ വ്യത്യാസമില്ലാതെ വെള്ളപ്പൊക്ക സമയത്ത് കിറ്റ് വിതരണം ചെയ്തപ്പോൾ 1 മാസത്തേക്കുള്ളത് വാങ്ങിച്ചിട്ടും പോരാ, പിന്നെ നിൽക്കുക. കിട്ടിയില്ലേ? അവിടെ കിട്ടാത്തവർ നീണ്ട ക്യൂവാ. പക്ഷേ രൂത്ത് വ്യത്യസ്തയായി നിലകൊള്ളുന്നു. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രബോധനം, the best way to find yourself is to lose yourself in the service of others. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുക. അതിന് ഉത്തമ ഉദാഹരണമാണ് രൂത്ത് എന്ന് പറയുന്ന മഹിളാ രത്നം. ഞാൻ സ്ത്രീകളിൽ കൂടി മാത്രമാണ് പോകുന്നത്. എലിമലേക്ക്, നവോമി. ദേശത്ത് ക്ഷാമം വന്നു. മോവാബ് ദേശത്ത് പോയി. 2 മക്കളുണ്ടായിരുന്നു, ആൺമക്കളാ, മഹ്ളോനും കില്യോനും. 2 മോവാബ് സ്ത്രീകളെ വിവാഹം കഴിച്ചു, ഓർഫയും രൂത്തും. ആദ്യം എലിമലേക്കും പിന്നീട് മഹ്ളോനും കില്യോനും മരിക്കുന്നു. രൂത്ത് ഒറ്റപ്പെട്ടു. ഒരർത്ഥത്തിൽ രൂത്ത് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഊരുകളിലേക്ക് പോവുക. ഇനിയും അന്നത്തെ രീതി അനുസരിച്ച് ഞാനൊരു പുനർവിവാഹം നടത്തി എനിക്ക് മക്കളുണ്ടായി അവർക്ക് നിങ്ങളെ വിവാഹം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. സോ സ്റ്റേ ബാക്ക്. നിങ്ങളുടെ ആൾക്കാരുടെ, നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ, നിങ്ങളുടെ രീതികളുടെ കൂടെ നിൽക്കൂ. ഓർഫ ആദ്യമൊക്കെ ഒന്ന് ചിണുങ്ങിയെങ്കിലും അമ്മ ഇച്ചിരി ധൈര്യമായിട്ട് പറഞ്ഞപ്പോൾ ആള് സ്ഥലം വിട്ടു. പക്ഷേ നമ്മുടെ കഥാപാത്രം രൂത്ത് പറഞ്ഞ മറുപടി വളരെ സുപരിചിതമാണല്ലോ. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. എന്നിട്ടെന്താ പറയുന്നത്? നീ പോകുന്നിടത്ത് ഞാനും പോകും, നിന്നെ കൊന്നിട്ടേ ഞാൻ പോകൂ എന്നല്ല. ഇല്ലേ? സീ ദ ഡിഫറൻസ്. നിന്നെയും തട്ടും, ഞാൻ പോവുകയും ചെയ്യും. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. പിന്നോ, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ, എനിക്ക് അവിടെയാ ഹൃദയഭേദകമാകുന്നത്. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. ഒരു സ്ത്രീയുടെ മനോവികാരമാണ്. അതുകൊണ്ടാ മറ്റാൾക്കാർ
നവമിയോട് പറഞ്ഞു, നിന്റെ 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയല്ലോ നിന്റെ മരുമകൾ. ജീവിതം കൊണ്ട് എന്ത് നേടി? നല്ല പേർ. ഗേറ്റിൽ എഴുതി വെക്കാം. സുഗന്ധ തൈലത്തേക്കാൾ എത്ര ഉത്തമമാണ് പ്രിയമുള്ളവരെ. ജീവിതം കൊണ്ട് എന്ത് നേടി? ഒരു നല്ല പേര് നേടാൻ സാധിക്കുമോ? രൂത്ത്, അവളുടെ കാര്യങ്ങളല്ല, അവളെക്കുറിച്ച് പറയുന്നത് 5 കാര്യങ്ങൾ. ഇൻ ടെലഗ്രാഫിക് വേർഡ്സ്, chose to stay with her widowed Israelite mother-in-law. തൻ്റെ നാട്ടുകാരിയല്ല, ഒന്നുമല്ല, ഇസ്രായേലിലെ വിധവയായ അമ്മായിയമ്മയുടെ കൂടെ നിൽക്കാൻ അവൾ ധൈര്യം കാണിച്ചു. സ്വന്തം ആൾക്കാരെയും പട്ടണത്തെയും സംസ്കാരത്തെയും എല്ലാം ഉപേക്ഷിച്ച് രൂത്ത് നവോമിക്ക് താങ്ങും തണലുമായി നിന്നു. ഷീ പുട്ട് നവോമീസ് നീഡ്സ് ബിഫോർ ഹെർ ഓൺ. സ്വന്തം കാര്യങ്ങളെക്കാൾ നവോമിയുടെ കാര്യങ്ങൾക്ക് അവൾ ഊന്നുകൊടുത്തു. അത് പ്രതിസന്ധികളിലും അനിശ്ചിതത്വത്തിൻ്റെ നടുവിലും. പക്ഷെ ദൈവം അവളെ കൈവിട്ടില്ല പ്രിയമുള്ളവരെ, ദൈവം അവളെ കൈവിട്ടില്ല. ആത്മാർത്ഥതയുടെ കണക്കിടപ്പെടുന്നുണ്ട്. ആത്മാർത്ഥതയുടെ കണികകൾ കണക്കിടപ്പെടുന്നുണ്ട്. എലിമലേക്കിന്റെ ബന്ധത്തിൽപ്പെട്ട ബോവാസ് രൂത്തിനെ വിവാഹം കഴിക്കുന്നു. ബോവാസിൽ രൂത്തിന് ഓബേദ് എന്ന് പറയുന്ന ഒരു മകൻ ജനിക്കുന്നു. ദാവീദിന്റെ പിതാവായ ഓബേദ്. അവളുടെ ത്യാഗവും അവളുടെ സമർപ്പണവും സ്വർഗം കണ്ടു പ്രിയമുള്ളവരെ. സ്വർഗം കണക്കിട്ടു പ്രിയമുള്ളവരെ. ക്രിസ്തുവിൻ്റെ ആ വംശാവലിയിൽ അവൾക്കൊരിടമുണ്ടാകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും ഫലമില്ലാതെ പോകുകയില്ല എന്ന്. അവരെൻ്റെ നൊമ്പരങ്ങൾ സ്വന്തം നൊമ്പരമായി കണ്ടെടുത്ത് ജീവിതത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യം തങ്ങളുടെ ആവശ്യത്തെക്കാൾ മുൻഗണന കൊടുത്തുകൊണ്ട്, ഞാൻ വർഗീസ് ജേക്കബ് അച്ഛൻ്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് മലയാളക്കരയിൽ ഇപ്പം ശക്തമായി വായന പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികൾ. മാർത്തോമാ സഭയുടെ ഒരു വേദിയിൽ ഞാൻ നിർബന്ധമായിട്ടും ഇത് പറഞ്ഞിരിക്കണം. നിർബന്ധമായി. എനിക്ക് പുസ്തകം പരിചയപ്പെടുത്തി തന്നത് എൻ്റെ സ്നേഹിതനും ആത്മമിത്രവും മാർത്തോമാ സഭയിലെ വൈദികനും എൻ്റെ കൂടെ ബൈബിൾ സൊസൈറ്റിയിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന വന്യനായ മാത്യൂസ് കറിയ അച്ഛനാണ്. ഞാനിത് കണ്ടില്ല, തിരുമേനി ഇത് വായിക്കണമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഒരു കുടുംബത്തിൽ പറക്കമുറ്റാത്ത 4 മക്കളെ തള്ളയും ഉപേക്ഷിച്ചു പോയ ഒരു പിതാവ്. ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. 3 പെൺമക്കളും ഒരു മകനും. മകൻ ബാബു. അവൻ പറക്കമുറ്റാത്ത പ്രായമാണ്, മുട്ടാത്ത വാതിലുകളില്ല. അങ്ങനെ എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് പേജ് 174 നമ്മുടെ മൂന്നാർ മാർത്തോമാ പള്ളി വികാരിയായിരുന്ന ആദരണീയനായ വർഗീസ് ജേക്കബ് അച്ഛൻ്റെ അടുത്ത് ചെന്നു. വളരെ ബുദ്ധിമുട്ടാ. നിങ്ങളെല്ലാം ഈ പുസ്തകം വായിക്കണം. അച്ഛന് മനെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഗ്യസ്മരണാർഹനായ അഥനേഷ്യസ് തിരുമേനി അദ്ദേഹത്തിന് എഴുത്തു കൊടുത്തു വിട്ടു. വർഗീസ് ജേക്കബ് അച്ഛൻ സ്വന്തം കയ്യിൽ നിന്ന് 5000 രൂപ എടുത്തു തന്നാണ് അന്ന് എന്നെ യാത്ര അയച്ചത്. ഇവിടെ ഇരിപ്പുണ്ട്. സ്വന്തം സഭയല്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. 1995 5000 രൂപയുടെ വില നിങ്ങൾ കണക്ക് കൂട്ടിക്കൂ. തിരുമേനിക്ക് എഴുത്തു കൊടുത്തു വിട്ടു. വളരെ വൈകിയാണ്, രാത്രിയാണ് തിരുമേനി അടുത്ത് ചെല്ലുന്നത്. അദ്ദേഹം അഥനേഷ്യസ് തിരുമേനി
ഒരു സുഹൃത്തിനോടെന്നതുപോലെ എന്നോട് പെരുമാറി. അന്ന് രാത്രി പാതിരാ കഴിഞ്ഞും ഏറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു പല വിഷയങ്ങൾ. ബാബു, എത്ര വേണമെങ്കിലും പഠിച്ചുകൊള്ളൂ, ഒരു സ്കോളർഷിപ്പും പോലും ഇല്ലെങ്കിലും ഞാൻ ഇയാളെ നോക്കിക്കൊള്ളാം. നിനക്കൊരു സ്കോളർഷിപ്പും കിട്ടുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. ഇയാളുടെ സ്വപ്നങ്ങളെ തേടി പോയിക്കൊള്ളൂ, ഞാൻ കൂടെയുണ്ട്. രൂത്ത് എന്താ പറഞ്ഞത്? നവോമിയോട് പറഞ്ഞതിൻ്റെ കണ്ടന്റ് ആൻഡ് ദ ക്രക്സ്, ഞാൻ കൂടെയുണ്ട്. ഇന്ന് വീടുകളിൽ എത്രയോ പേര് ഒരു ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്നു, കൊതിക്കുന്നു. പ്രിയമുള്ളവരെ, ഒറ്റപ്പെടുത്തലിൻ്റെയും നടുവിൽ ഞാൻ കൂടെയുണ്ട് എന്ന് കേൾക്കുവാൻ കൊതിക്കുന്ന എത്രയോ വൃദ്ധജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപക്ഷെ മർത്തോമാ സഭയിൽ കാണുകയില്ലായിരിക്കും, ഇല്ലാതിരിക്കട്ടെ. ഇവിടെയാണ് ഉറുകൻ പറയുന്നത്, കനാന്യസ്ത്രീ സഭയാണ്, അവളുടെ മകൾ ആ സഭയിലെ ഒരംഗമാണ്. ഇത് നിങ്ങൾ വായിക്കണം. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇതും ഞാൻ വായിച്ചു തീർത്തത്. അത്തനേഷ്യസ് തിരുമേനി എനിക്ക് തന്ന ഉറപ്പ് അദ്ദേഹത്തിൻ്റെ മരണം വരെ പാലിച്ചു. തുടർന്നുള്ള എൻ്റെ എല്ലാ ഉയർച്ചയിലും അദ്ദേഹം എനിക്ക് കൈത്താങ്ങായിരുന്നു. ഒരു ജ്യേഷ്ഠനായി, ഒരു പിതാവായി, ഒരു ചങ്ങാതിയായി. സ്വന്തം സഭയല്ല, തിരുമേനിയുടെ ഭദ്രാസനമല്ല, ഒന്നുമല്ല, പക്ഷെ മനുഷ്യനാണ് എന്നുള്ള ബോധ്യത്തിൽ. പിന്നീട് വേറൊരവസരത്തിൽ ഈ അച്ഛൻ്റെ അടുത്ത് ചെന്നു. എന്തിനാണെന്നറിയാമോ? ഇവൻ്റെ ബാബു എന്ന് പറയുന്ന ആളിൻ്റെ പെങ്ങളുടെ മൂത്ത മകൾ ലാലി വിവാഹത്തിനാണ്. അത്തനേഷ്യസ് തിരുമേനി തന്ന കുറച്ച് പണവും അമ്മ കൂട്ടിവെച്ച പണ്ടങ്ങളുമൊക്കെ ചേർത്ത് ഏകദേശം സ്ത്രീധനം ഒപ്പിച്ചു. പക്ഷെ ഒരു നെക്ലേസ് വേണം. അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ്റെ ബാങ്കിൽ അന്ന് ആകെ കൂടി ഉണ്ടായിരുന്നത് 2300 രൂപയാണ്. അതെടുത്തു കൊടുത്തു. എവിടെ ആകാനാ? അച്ഛൻ്റെ കൊച്ചമ്മ, മിനി കൊച്ചമ്മ കയ്യിൽ കിടന്ന വള ഊരി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പണയം വെച്ച് ബാബുവിന് പണം കൊടുക്കുക. പിന്നെ ഞാൻ അറിയുന്നത് കൊച്ചമ്മ ദൈവസന്നിധിയിലായി എന്ന്. നല്ലവർക്ക് അവിടെ നല്ലത്. മനുഷ്യത്വമില്ലാത്ത ഈ സമൂഹത്തിൽ കഴിയുന്നതിനേക്കാൾ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം കൊച്ചമ്മയ്ക്ക് അർപ്പിക്കുകയാണ്. ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയെ വിളിച്ചിരുത്തി വീട്ടിൽ കയറ്റി അത്താഴവും കൊടുത്ത് താമസിപ്പിച്ച് കയ്യിൽ കിടന്നൊരു വളയും ഊരിക്കൊടുത്തു. സ്ത്രീയേ, സ്ത്രീയേ, ബാക്കി പറ, നിന്റെ വിശ്വാസം വലുത്. ഉണ്ട് പ്രിയമുള്ളവരെ. ഞാൻ ബാബുവിൻ്റെ വാക്ക് പറയാം. ഇത്തരം മനുഷ്യർ തന്നെയല്ലേ ഈശ്വരന്മാർ. ആട്ടെ, ഓർക്കണം പ്രിയമുള്ളവരെ, അച്ഛനെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ബാങ്കിൽ ആകെ ഉണ്ടായിരുന്നത് അതേപടി എടുത്തു കൊടുത്തു. ഞാൻ അതുകൊണ്ടാണ് അച്ഛൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് അച്ഛൻ ഉള്ള വേദിയിൽ, അച്ഛനില്ലാത്ത വേദിയിൽ എനിക്ക് അനുവാദം വേണ്ടായിരുന്നു. ഞാൻ പല വേദികളിൽ ഇത് പറഞ്ഞു. ഇനിയും ദൈവം ആയുസ് തന്നാൽ മർത്തോമാ സഭയുടെ വേദികൾ തന്നെ ഞാൻ പറയുകയും ചെയ്യും. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ ലൂസിങ് വൺ സെൽഫ്. മഹാത്മാഗാന്ധി. ആരുടെ വിശ്വാസമാണ് വലുത്? ഞാൻ കമ്പിളി കണ്ടത്തെ കൽഭരണിയിലേക്ക് വീണ്ടും പോകുകയാണ്. പറക്കമുറ്റാത്ത 4 കൊച്ചു മക്കളെയും സ്ത്രീയെയും ഉപേക്ഷിച്ച് ഭർത്താവ് പോയി. ബാങ്ക് ജപ്തി വന്നു. ഈ അമ്മ 4 മക്കളെയും കൂടെ കൂട്ടി കല്ലാറിൽ ആത്മഹത്യ ചെയ്യാൻ പോയതാ. പക്ഷെ കൊച്ചുമകൾ പറഞ്ഞു, അമ്മേ, ഇവിടെ അല്ലേ ഉള്ളൂ നമ്മളെ അറിയുന്നവർ, അക്കരെ ചെന്നാൽ നമ്മളെ അറിയുന്നവരില്ലല്ലോ, നമുക്ക് ഭിക്ഷയെടുത്ത് ജീവിക്കാം അമ്മേ എന്ന്. ആ മകളുടെ വാക്ക് കേട്ട് അമ്മ 4 മക്കളെയും കൂടെ വിളിച്ച് മടങ്ങിപ്പോയി.
കരിങ്കല്ല് ചുമന്നു, ലോറിയിൽ നിന്ന് സിമന്റ് ഇറക്കി. പള്ളിക്കാർ തീരുമാനമെടുത്തു, 4 മക്കളെ അപ്പൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുക, മേരി അവിടെ വീട്ടിൽ പൊക്കോട്ടെ. പള്ളിയുടെ തീരുമാനമാണ്. ഈ സ്ത്രീ അരുവാളും എളിയിൽ കുത്തിക്കൊണ്ട് പള്ളിയിൽ ചെന്നു. ദൈവം ചേർത്തതിനെ വേർതിരിക്കാൻ അച്ചോ തനിക്കാരാ അധികാരം തന്നത് എന്ന്. വീട്ടുകാര് ഒളിഞ്ഞും കാത്തും പിള്ളേരോട് ചോദിച്ചു, രാത്രി വല്ല സന്ദർശകരുമുണ്ടോ എന്ന്. ഈ 4 കുഞ്ഞുങ്ങളെ, മക്കളെ നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് അന്വേഷിക്കാൻ ഒരു മനുഷ്യനുമില്ലായിരുന്നു. അവർക്കറിയേണ്ടിയിരുന്നത്, രാത്രിയിൽ നിങ്ങൾക്ക് സന്ദർശകരുണ്ടോ? നിങ്ങൾ വായിച്ചെടുത്തോ? പറക്കമുറ്റാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളോടാണ് ചോദിച്ചത്. പ്രിയമുള്ളവരെ, കുറെ കാലം കഴിഞ്ഞ് ഈ അപ്പൻ മടങ്ങി വന്നു. അപ്പം മക്കൾക്ക് അപ്പനെ മനസ്സിലായില്ല. മനസ്സിലായപ്പോൾ മക്കൾ അപ്പനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. മേരി എന്ന സ്ത്രീ പറഞ്ഞു, മക്കളെ, എൻ്റെ ഭർത്താവിനെ സ്വീകരിക്കുവാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഈ കഴിഞ്ഞ 12 വർഷം ഞാൻ എല്ലാ അപമാനവും സഹിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഈ പിള്ളേരെ നിങ്ങൾ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും പണിക്ക് പോകും. മക്കളെ, അപ്പൻ എങ്ങനെയായാലും അമ്മയ്ക്ക് അപ്പൻ സുന്ദരനാ. ഉപേക്ഷിച്ചു പോയി തിരിച്ചു വന്നപ്പോൾ ഒരമ്മ മക്കളോട് പറയുന്ന വാക്കുകളാണ്. അമ്മമാർ അപ്പന്മാർക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവുമായിരിക്കും മക്കൾ കണ്ടു പഠിക്കേണ്ടത്. തിരിച്ചുമുണ്ട്. മൂത്ത മകളുടെ കല്യാണ സമയത്ത് ഈ മേരി എന്ന് പറയുന്ന സ്ത്രീ ആ മൂത്ത മകളോട് പറഞ്ഞു, മകളെ, കുടുംബജീവിതം വിട്ടുവീഴ്ചയുടേതാണ്. ഇന്നത്തെ അമ്മമാരെന്താ പറയുന്നത്? നീ എൻ്റെ മകളാണെങ്കിൽ ബാക്കി പറ. എനിക്കറിയാം, പറയാൻ പ്രയാസം കാണും. വിട്ടുകൊടുക്കരുത് മോളെ, നീ എൻ്റെ മോളല്ലേ. അമ്മ പറയുന്നു, വിട്ടുവീഴ്ചയാണ് മക്കളെ കുടുംബജീവിതം. അതുകൊണ്ട് ഞാൻ അപ്പനെ കയറ്റുന്നത് ഇഷ്ടമല്ലെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് പോകാം. ഈ സ്ത്രീ 4 മണിക്ക് എഴുന്നേറ്റ് കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയായിരുന്നു. ഇടുക്കി പ്രദേശം മുഴുവൻ ഇളകുമായിരുന്നു അവളുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന കൊണ്ട്. മൂത്ത മകൾ ഇറ്റലി, 2ാമത്തെ മകൾ UK, അതുപോലെ ഇപ്പോൾ ബാബു എബ്രഹാം എന്ന് പറയുന്ന ആൾ ഫ്രാൻസിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ മാറി മാറി പഠിപ്പിക്കുന്നു. ഈ സ്ത്രീയുടെ വിശ്വാസം, ദൈവം എന്നെ കൈവിടില്ല. കനാന്യ സ്ത്രീയും അത് തന്നെയാണ് വിശ്വസിച്ചത്. ജീസസ് could and he would. യേശുവിന് കഴിയും, അവൻ ചെയ്യും. പക്ഷെ ഞാനതിന് ക്ഷമയോടുകൂടി സഹകരിച്ച് നിന്നേ മതിയാകുകയുള്ളൂ. മേരി അതിന് നല്ല ദൃഷ്ടാന്തമാണ്. പ്രിയമുള്ളവരെ, മേരിയെ നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലുത്. അവരാഗ്രഹിച്ചെടുത്ത് അതിനപ്പുറത്ത് ദൈവം അവരുടെ കുടുംബജീവിതമാകുന്ന നൗക എത്തിച്ചു. ഈ യാത്രയിൽ ആരുടെ വിശ്വാസമാണ് വലുത് എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് ജീവിതവുമായി ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ ചേർത്ത് പിടിക്കുക. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ.